ഗാസയിലെ ആക്രമണത്തിൽ ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെട്ടതിൽ ദുഃഖം രേഖപ്പെടുത്തി ഇന്ത്യ. കേണൽ വൈഭവ് അനിൽ ഖലയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ എല്ലാ സഹായവും നൽകിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നോബിൾ മാരിക്കാരനാണ് വിവരങ്ങളുമായി ചേരുന്നത്. നോബിൾ, ഗാസയിലെ ഈ പ്രവർത്തനങ്ങൾക്കിടെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ ഒരു UN ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഇന്ത്യക്കാരനാണ് കൊല്ലപ്പെട്ടത് എന്ന സ്ഥിരീകരണം ഇന്നലെയാണ് മനസ്സിലായത്. ഇപ്പോൾ ഇന്ത്യയുടെ പ്രതികരണം വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ വൈഭവിന്റെ മൃതദേഹം ഇവിടെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ, മറ്റെന്തൊക്കെയാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്? പിന്നിൽ കഴിഞ്ഞ ദിവസം ഗാസയിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കേണൽ അനിൽ വൈഭവ് ഖാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നാലെ ഇന്ത്യ ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. അതോടൊപ്പം ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നും ഇന്ത്യ ഇപ്പോൾ ഇതിൽ പ്രതികരണം നടത്തുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ ഗസയിലെ ആക്രമണത്തിൽ ഈ ഇന്ത്യൻ പൗരന് ജീവൻ നഷ്ടപ്പെട്ടത്. മുൻ ഉദ്യോഗസ്ഥരായിരുന്നു സേനയിലേത്. അദ്ദേഹം അവിടെ UN സെക്യൂരിറ്റി സംഘടനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനിടയിലായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. റഫേലിലെ യൂറോപ്യൻ ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടയിൽ ആക്രമിക്കപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടു. ഒപ്പമുണ്ടായ മറ്റൊരാൾ കൂടി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ ഇന്ത്യയോട് UN അടക്കം മാപ്പ് പറയുകയും ഇതിൽ അനുശോചനം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. അതാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അവിടെ നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. പക്ഷേ ഈ സംഘർഷ മേഖല യുദ്ധമേഖലയൊക്കെ ആയതുകൊണ്ട് തന്നെ അന്വേഷണത്തിന് ഒരു പരിധിയെക്കുറിച്ച് കൃത്യമായ ധാരണ ഇന്ത്യക്കും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട നിരന്തരം ആശയവിനിമയം UN അതോടൊപ്പം മറ്റ് സംവിധാനങ്ങളുമായി നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ എന്താണെങ്കിലും വിവരം അറിയിച്ചിരിക്കുന്നത്. എത്രയും വേഗം അദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നും തുടർന്നും ഈ സഹായം ഉണ്ടാകും എന്നും വിദേശകാര്യ മന്ത്രാലയം എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്. ബിനിൽ, ഓക്കെ, വ്യക്തമാണ്. നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. UN കൊല്ലപ്പെട്ട UN ഉദ്യോഗസ്ഥനായിട്ടുള്ള ഇന്ത്യൻ പൗരന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്.